welcome back to CMS Creations. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10th ചാപ്റ്റർ 10 സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 10.2 ക്വസ്റ്റ്യൻ നമ്പർ 11, 12 and 13 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസുകൾ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. Prove that the parallelogram circumscribing a circle is a rhombus. അതായത് ഒരു സർക്കിളിനെ സർക്കംസ്ക്രൈബ് ചെയ്യുന്ന പാരലോഗ്രാമിന്റെ ഉള്ളിൽ ഒരു സർക്കിൾ ഉണ്ടെന്ന്, അങ്ങനെ സർക്കംസ്ക്രൈബ് ചെയ്യുന്ന ഒരു പാരലോഗ്രാം ഒരു റോംബസ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ചോദ്യം. ഓക്കെ, നമ്മളൊരു ചിത്രം വരച്ചു, ഒരു പാരലോഗ്രാം ABCD എടുത്തു, അത് ഒരു സർക്കിളിനെ സർക്കംസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. Then a parallelogram with all sides have equal length, that is called a rhombus. എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു പാരലോഗ്രാമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റോംബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാ സൈഡുകളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഫസ്റ്റ് ABCD ഒരു പാരലോഗ്രാം ആണ്. പാരലോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പൊ AB എന്ന് പറയുന്നത് DCക്ക് ഈക്വൽ ആണ്, BC എന്ന് പറയുന്നത് ADക്ക് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് സൈഡ്. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി AP ഈക്വൽ ടു AS. AP യും AS ഉം ഈക്വൽ ആണ്, അതിൽ സംശയമല്ലല്ലോ. കാരണം എന്താ? ടാൻജൻസ് ഫ്രം എ പോയിന്റ് ഔട്ട്സൈഡ് ദി സർക്കിൾ. വൃത്തത്തിന്റെ പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്നുള്ള തൊടുവരകളാണ് അത് രണ്ടും. അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് വൃത്തത്തിന്റെ പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്ന് നമ്മൾ രണ്ട് തൊടുവരകൾ വരയ്ക്കാൻ പറ്റും. ഈ രണ്ട് തൊടുവരകൾക്കും ഈക്വൽ ലെങ്ത് ആയിരിക്കും എന്നുള്ളതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. Then BP ഈക്വൽ ടു BQ, ഇത് രണ്ടും. Then CR equal to CQ. Then DR equal to DS. ഓക്കെ, ഈ രണ്ട് ലെങ്ത്തുകളൊക്കെ എന്താണ്? സെയിം ആണ് എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിന് കാരണം നമ്മളോട് എഴുതിയിട്ടുണ്ടോ, ടാൻജന്റ് ഫ്രം എ പോയിന്റ് ഔട്ട്സൈഡ് ദി സർക്കിൾ. ഇനി AB ഈക്വൽ ടു DC ആണല്ലോ. AB ആർക്ക് ഈക്വൽ ആണ്? DCക്ക് ഈക്വൽ ആണ്. ഇനി AP പ്ലസ് PB ഈക്വൽ ടു DR പ്ലസ് RC എന്ന് കിട്ടും. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഈക്വൽ സൈഡ് എടുക്കുക. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാം, നമ്മൾ ചിലപ്പോൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ കറക്റ്റ് ആയിട്ടായിരിക്കും ഒരേ ഓർഡറിലായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ എടുക്കാം, എന്നിട്ട് നമ്മൾ അതിനെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, AB ഈക്വൽ ടു DC എന്ന് എടുത്തു. ഏതെങ്കിലും ഒരു ഈക്വൽ സൈഡ് എടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് കേട്ടോ. AB ഈക്വൽ ടു DC എന്ന് എടുത്തു. അതിൽ AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AP പ്ലസ് PB ആണ്. ദെൻ DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DR പ്ലസ് RC ആണ്. ഓക്കെ, then 2 ഉം 3 ഉം 4 ഉം 5 ഉം തമ്മിലൊന്ന് കൂട്ടുക. AP പ്ലസ് BP CR പ്ലസ് DR ഈക്വൽ ടു AS പ്ലസ് BQ CQ പ്ലസ് DS. AB പ്ലസ് DC ഈക്വൽ ടു AD പ്ലസ് BC എന്ന് കിട്ടും. നോക്കിക്കോട്ടോ, AP പ്ലസ് PB BP എന്ന് പറഞ്ഞാൽ എന്താണ്? AB ആണ്. AP പ്ലസ് PB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AD ആണ്. Then CR പ്ലസ് DR എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, CR എന്ന് പറഞ്ഞാൽ RC ആണ്, DR അത് DC ആണ്, അപ്പൊ DC. ഇനി AS പ്ലസ് BQ, AS പ്ലസ് BQ അതിന് ഞാനൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കണേ, AS പ്ലസ് DS എന്ന് എടുത്തു, അത് AD. BQ പ്ലസ് CQ അതോ BQ പ്ലസ് CQ അത് BC. ഓക്കെ, ഒന്നും കൂടി എങ്ങനെ എടുത്തോ ഒന്നുകൂടി പറഞ്ഞു കേട്ടോ. ഒരു മിനിറ്റ്. AP പ്ലസ് BP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ഇക്വേഷൻസ് ഞാനൊന്ന് കൂട്ടുകയാണ്. AP പ്ലസ് BP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? AB നെ എങ്ങനെ എഴുതാന്നുള്ളത് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. AB ഈക്വൽ ടു DC ആണ്. AB നെ നമുക്ക് എങ്ങനെ എഴുതാം? AP പ്ലസ് PB എന്ന് എഴുതാം. അപ്പൊ AP പ്ലസ് PB എന്ന് പറഞ്ഞാൽ എന്താണ്? AB. Then CR പ്ലസ് DR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DC ആണ്. ഇനി ഇവിടെ ഞാനൊന്ന് അറേഞ്ച് ചെയ്യാണ്, ആ സ്റ്റെപ്പ് എഴുതിയിട്ടില്ല. AS പ്ലസ് DS, AS ഉം DS ഉം കൂട്ടിയാൽ AD കിട്ടും. പിന്നെ BQ ഉം CQ ഉം, BQ ഇവിടെ CQ ഇവിടെ, അത് രണ്ടും കൂട്ടിയാലോ നമുക്ക് BC കിട്ടും. Then from 1, okay, from 1 AB equal to DC ആണ്. AB equal to DC എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് AB plus AB എന്ന് എഴുതാം. Okay, AB plus AB എന്ന് എഴുതാം.
എന്താ എ ഡി പ്ലസ് ബി സിനെ എങ്ങനെ എഴുതാം? എ ഡി പ്ലസ് എ ഡി എന്ന് എഴുതാം. അപ്പൊ 2ab പ്ലസ് 2ad എന്നായി. 2ab പ്ലസ് 2ad എന്നായി. അതിൽ നിന്ന് എ ബി ഈക്വൽ ടു എ ഡി എന്ന് കിട്ടും. ഓക്കെ, അതിൽ നിന്ന് എ ബി ഈക്വൽ ടു എ ഡി എന്ന് കിട്ടും. ഇപ്പൊ എന്താണ് ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്തതെന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റും? ഞാൻ പറയുന്നതിന് മുമ്പ് നോക്കണേ, ഇതൊരു പാരലോഗ്രാം ആണെന്ന് പറഞ്ഞു. പാരലോഗ്രാം ആയതുകൊണ്ട് എ ബി ആർക്ക് ഈക്വൽ ആണ്? ഡി സിക്ക് ഈക്വൽ ആണ്. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. എ ബി ആർക്ക് ഈക്വൽ ആണ്? ഡി സിക്ക് ഈക്വൽ ആണ്. ഈ എ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ പി പ്ലസ് പി ബി എന്ന് എഴുതാം. അതേപോലെ തന്നെ ഡി സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി ആർ പ്ലസ് ആർ സി എന്നോ അല്ലെങ്കിൽ സി ആർ പ്ലസ് ഡി ആർ എന്നൊക്കെ എഴുതാം അല്ലെ. ഇനി ഈ 4 ഇക്വേഷൻസ് ഞാനൊന്ന് കൂട്ടി. ഓക്കെ, ആ 4 ഇക്വേഷൻസ് കൂട്ടിന്ന് അതിൽ നിന്ന് എ ബി പ്ലസ് ഡി സി എന്നും എ ഡി പ്ലസ് ബി സി എന്നും കിട്ടി. അതും ഓക്കെ ആയല്ലോ. ഇനി എ ബി പ്ലസ് ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതും എ ബി സോറി ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടി. അതിൽ നിന്ന് എ ബി പ്ലസ് ഡി സി എ പി പ്ലസ് ബി ബി എ ബി ആണെന്നും സി ആർ പ്ലസ് ഡി ആർ ഡി സി ആണെന്നും എ എസ് പ്ലസ് ഡി എസ് എ ഡി ആണെന്നും ബി ക്യൂ പ്ലസ് സി ക്യൂ ബി സി ആണെന്നും കിട്ടി. ഓക്കെ, 4 ഇക്വേഷൻസ് കൂട്ടി അതിൽ നിന്ന് ഇങ്ങനെ കിട്ടി. ഇനി ഒന്നാമത്തെ ഇക്വേഷനിൽ പറയുന്നുണ്ട് എ ബി ആർക്ക് ഈക്വൽ ആണ്? ഡി സിക്ക് ഈക്വൽ ആണ്. അപ്പൊ എ ഡി സിക്ക് പകരം എ ബി എന്ന് കൊടുത്തു. പിന്നെ ബി സി ആർക്ക് ഈക്വൽ ആണ്? എ ഡിക്ക് ഈക്വൽ ആണ്. അപ്പൊ എ ഡി ബി സിക്ക് പകരം എ ഡി കൊടുത്തു. എന്നാ സാറേ എ ഡിക്ക് പകരം ബി സി കൊടുത്തുകൂടേനോ? പിന്നെ എന്താ എ ബിക്ക് പകരം ഡി സി കൊടുത്തുകൂടേനോ? അതും കൊടുക്കാം. ഓക്കെ, അതും കൊടുക്കാം. എന്താണ് നമുക്ക് തെളിയിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആണെന്ന് കിട്ടി. ഇനി അഡ്ജസന്റ് സൈഡും കൂടി പാരലൽ ആണെന്ന് കിട്ടിയാൽ മതി. ഇപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയത് നോക്കിയേ, എ ബി ഈക്വൽ ടു എ ഡി എന്നാണ്. എ ബി ആർക്ക് ഈക്വൽ ആണ്? എ ഡിക്ക് ഈക്വൽ ആണ്. ഓക്കെ, എ ഡി ആർക്ക് ഈക്വൽ ആണ്? ബി സിക്ക് ഈക്വൽ ആണ്. എ ബി ആർക്ക് ഈക്വൽ ആണ്? ഡി സി. ഇപ്പൊ എല്ലാ സൈഡും ഈക്വൽ ആയില്ലേ ഇല്ലേ? ഇവിടെ നമുക്ക് കിട്ടിയത് ഇപ്പോ എ ബി എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണ്? എ ഡിക്ക് ഈക്വൽ ആണ്. അപ്പോ ഇവിടെ ഈ ഇക്വേഷൻ ചെറുതായിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് മാറ്റിയാലോ? ഇപ്പൊ ഇവിടെ ഞാൻ കൊടുത്തത് എന്താ ഫ്രം 1 എന്ന് ഞാൻ കൊടുത്തിട്ടുള്ള എന്താണ്? എ ബി എ ഡി സിക്ക് പകരം എ ബി കൊടുത്തിട്ടാണ്. ഇനി എ ബിക്ക് പകരം ഡി സി കൊടുത്താൽ എന്താ സംഭവിക്കുക? 2 ഡി സി എന്ന് വരും. ഈക്വൽ ടു ഇവിടെ ബി സിക്ക് പകരം എ ഡി കൊടുക്കണം. അപ്പൊ എ ഡിക്ക് പകരം ആരെ കൊടുക്കുക? എ ഡിക്ക് പകരം ആരെ കൊടുക്കാം? നമുക്ക് 1 എവിടെ? എ ഡിക്ക് പകരം ആരെ കൊടുക്കാം? ബി സിനെ കൊടുക്കാം. അപ്പൊ 2 ബി സി എന്ന് കിട്ടും. 2ഉം 2ഉം ക്യാൻസൽ ചെയ്താണ്ട് ഡി സി ഈക്വൽ ടു ബി സി എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഡി സി എന്ന് പറയുന്ന സൈഡ് ബി സിക്ക് ഈക്വൽ ആണെന്ന് കിട്ടും. ഡി സി ആർക്ക് ഈക്വൽ ആണ്? എ ബിക്ക് ഈക്വൽ ആണ്. ബി സി ആർക്ക് ഈക്വൽ ആണ്? എ ഡിക്ക് ഈക്വൽ ആണ്. അപ്പോഴും കിട്ടും. ഓക്കെ, അപ്പൊ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? എടുക്കാം. ഇന്നതേ എടുക്കാവും നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പൊ എ ബി ഈക്വൽ ടു എ ഡി എന്നിട്ട് അഡ്ജസന്റ് സൈഡ്സ് ആർ ഈക്വൽ. സോ ഓൾ സൈഡ്സ് ആർ ഈക്വൽ. Therefore we can say that ABCD is a rhombus. മനസ്സിലായല്ലോ? ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചോളാം. നോക്കിയാ, ഇതൊരു പാരലോഗ്രാം ആണ്. അപ്പൊ എ ബി ഈക്വൽ ടു ഡി സി എന്നും എ ഡി ഈക്വൽ ടു ബി സി എന്നും ആദ്യം നമ്മൾ എഴുതി വെച്ചു. ഇനി അതിനുശേഷം ടാൻജന്റിന്റെ റൂൾ വെച്ചാണ്ട് എ പി ഈക്വൽ ടു എ എസ്, പി ബി ഈക്വൽ ടു ബി ക്യു, സി ക്യു ഈക്വൽ ടു സി ആർ, ഡി ആർ ഈക്വൽ ടു ഡി എസ്. നമുക്കറിയാം എ ബി ആർക്ക് ഈക്വൽ ആണ്? ഡി സിക്ക് ഈക്വൽ ആണ്. എ ബി ആർക്ക് ഈക്വൽ ആണ്? ഡി സിക്ക് ഈക്വൽ ആണ്. എ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ പി പ്ലസ് പി ബി എന്ന് എഴുതാം. അതേപോലെ തന്നെ ഡി സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി ആർ പ്ലസ് ആർ സി എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ 4 ഇക്വേഷൻസ് ഞാനൊന്ന് കൂട്ടി. ഇനിയിപ്പോ ഇവിടെ എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഈ 4 ഇക്വേഷൻസ് നമ്മളിവിടെ എഴുതാണ്. എ പി പ്ലസ് പി ബി പ്ലസ് സി ആർ പ്ലസ് ഡി ആർ ഈക്വൽ ടു എ എസ് പ്ലസ് ബി ക്യൂ പ്ലസ് സി ക്യൂ പ്ലസ് ഡി എസ്. അതിൽ എ പി പ്ലസ് ബി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി ആണ്. സി ആർ പ്ലസ് ഡി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സി ആണ്. എ എസ് പ്ലസ് ഡി എസ് എന്ന് പറഞ്ഞാൽ എ ഡി ആണ്. ബി ക്യൂ പ്ലസ് സി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സി ആണ്. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ 1 പറയുന്നത് എ ബി ഡി സിക്ക് ഈക്വൽ ആണ്. അപ്പൊ ഈ ഡി സിക്ക് പകരം എ ബി എന്ന് കൊടുത്തു. ബി സി എ ഡിക്ക് ഈക്വൽ ആണ്. അപ്പൊ ഈ ബി സിക്ക് പകരം എ ഡി എന്ന് കൊടുത്തു. എ ബി പ്ലസ് എ ബി 2 എ ബി എന്ന് കിട്ടി. എ ഡി പ്ലസ് എ ഡി 2 എ ഡി എന്ന് കിട്ടി. 2ഉം 2ഉം ക്യാൻസൽ ആയി പോകും. ദെൻ എ ബി ഈക്വൽ ടു എ ഡി എന്ന് കിട്ടും. അതായത് അഡ്ജസന്റ് സൈഡ് ഈക്വൽ ആയിട്ട് കിട്ടി. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, അഡ്ജസന്റ് സൈഡും ഈക്വൽ ആണ്. അപ്പൊ എല്ലാ സൈഡും ഈക്വൽ ആവൂലേ അല്ലെ? അതായത് എ ബി എന്ന് പറയുന്നത് എ ഡിക്ക് ഈക്വൽ ആണ്. എ ഡി ആർക്ക് ഈക്വൽ ആ? ബി സിക്ക് ഈക്വൽ ആ. എ ബി ആർക്ക് ഈക്വൽ ആ? ഡി സിക്ക് ഈക്വൽ ആ. അപ്പൊ കണ്ടോ, എല്ലാ സൈഡുകളും ഈക്വൽ ആയിട്ട് കിട്ടിയില്ലേ? സോ വി കൻ സേ ദാറ്റ് ABCD is a rhombus. അടുത്തത്, a triangle ABC is drawn to circumscribe a circle of radius 4 cm, that is
the segment BD and DC into which BC is divided by the point of contact D are of length 8 cm and 6 cm respectively. Find the side AB and AC. Okay, ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ. AC-യുടെയും AB-യുടെയും ലെങ്ത് കാണണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. റേഡിയസ് 4 cm ആണ് തന്നിട്ടുണ്ട്. ഞാൻ ആ ചിത്രത്തിനൊന്ന് ഇങ്ങനെ മാറ്റി. ഓക്കെ, ജോയിന്റുകളൊക്കെ ചെയ്തുകൊണ്ട് മാറ്റി. ഇനി ഇവിടെ ഞാനൊരു ഇക്വേഷൻ ഉണ്ടാക്കാണ്. ത്രികോണം ABC-യുടെ ട്രയാങ്കിൾ ABC-യുടെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെയുള്ള OBC OBC OAB OAC ഈ 3 ട്രയാങ്കിൾസിന്റെ ഏരിയകൾ ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആണ് അല്ലെ. ഈ 3 ട്രയാങ്കിളിന്റെ ഏരിയ ആഡ് ചെയ്താൽ നമുക്ക് ABC-യുടെ ഏരിയ കിട്ടും. ഇനി ട്രയാങ്കിൾ ABC-യുടെ ഏരിയ കാണാൻ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. സൈഡുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻ കാണുന്നത്. നമുക്ക് ഇവിടെ ഹൈറ്റും കാര്യങ്ങളൊന്നും അറിയില്ല. ABC-യുടെ ഹൈറ്റ് അറിയില്ല, ABC റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്നറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ S × S - A × S - B × S - C ആണ് നമ്മുടെ ഇക്വേഷൻ. അതിന് ഞാൻ 2 എന്ന് കൊടുത്തു. ഇനി S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സൈഡുകൾ ആഡ് ചെയ്തിട്ട് അതിന്റെ പകുതിയാണ്. ഇവിടെ നോക്കിയാ 6 + 8 + 8 + x + 6 + x ഇതാണ് 3 സൈഡുകൾ. ഓക്കെ, 6 + 8 ഒരു സൈഡ്, 8 + x ഒരു സൈഡ്, 6 + x ഒരു സൈഡ്, ഇതെല്ലാം കൂടി കൂട്ടുക. ഓക്കെ, 6 8 2 14 14 14 6 20 8 28 + 2x എന്ന് കിട്ടും. ഇത് രണ്ടെന്ന് 2നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 28 2 പോയാൽ ബാക്കി 14, 2 2 പോയാൽ x, ഈ 2 2 ക്യാൻസൽ ആയി പോകും. then 14 + x എന്നുണ്ടാവും. S കിട്ടി, 14 + x ആണ്. ഇനി S - A കാണണം. A നെ നമ്മളൊരു സൈഡ് എടുത്തു, 14 + x - 14 ഇതിനെ A ആക്കിയിട്ട് എടുത്തു, 6 + 8നെ A ആക്കിയിട്ട് എടുത്തു, 14 14 പോയി, ബാക്കി x. ഇനി S - B കാണണം. 14 + x മൈനസ് ഒന്നിൽ കൂടുതൽ ടേം ഉണ്ടായതുകൊണ്ട് ബ്രാക്കറ്റ് ഇടുക, ദാറ്റ് ഈസ് 8 - x. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 14 + x -8 - x എന്നാവും, x ഉം പോകും. 14 - 8 6 കിട്ടും. അടുത്തത് S - C 14 + x -6 - x ഈ സൈഡ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ -6 - x എന്നാവും, x ഉം പോകും. 14 - 6 8. ഇത്രയും കാര്യം ഓക്കെ ആയല്ലോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാക്കറ്റിന് മുമ്പ് നെഗറ്റീവ് അല്ലേ, അപ്പൊ ബ്രാക്കറ്റിനുള്ളിലുള്ള പോസിറ്റീവുകളൊക്കെ എന്താവും, നെഗറ്റീവ് ആവും. ക്ലിയർ? അപ്പൊ S കിട്ടി, S - A കിട്ടി, S - B കിട്ടി, S - C യും കിട്ടി. ഓക്കെ, ഇതിൽ കൊടുത്തു. S 14 + x, പിന്നെ S - A എന്ന് പറഞ്ഞാൽ x, S - B എന്ന് പറഞ്ഞാൽ 6, S - C എന്ന് പറഞ്ഞാൽ 8. ഓക്കെ, സോ 14 + x is equal to 6 8 48, 48 × x വരും. ഓക്കെ, ഇനി 48 × x നെ എങ്ങനെ ചെയ്യാം, 14 × 48 ചെയ്യാം. 48നെ 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 8 32 2 ഇഷ്ടം 3 വരും. എന്നാൽ 16 3 19, പിന്നെ 1 8 8, 1 4 4, 2 വരും. 9 8 17 7 ഇഷ്ടം 1 4 5 6 ഉണ്ടോ, 672x. 672x പ്ലസ് 48x × x ആണ് 48x². ഓക്കെ, ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ബാക്കി ഓരോ ത്രികോണത്തിന്റെ ഏരിയയും കൂടി കാണാം. ആദ്യം OBCന്റെ ഏരിയ എവിടെ, ഹാഫ് ഇൻറ്റു ബേസ്. OBC എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ ബേസ്. 6 + 8 14, ഹൈറ്റ് റേഡിയസ് ആണ്, അത് 4 cm ആണ് നമുക്ക് തന്നിട്ടുണ്ട്. റേഡിയസ് 4 cm. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വരും, ഹാഫ് ഇൻറ്റു 14 × 4. ഇതിനെ കട്ടാക്കുമ്പോൾ 4നെ 2 കൊണ്ട് കട്ട് ചെയ്തു, ഇവിടെ 2 വരും. 14 × 2 28 വരും. അപ്പൊ OBCന്റെ ഏരിയ 28. ഇതേപോലെ ബാക്കിയുള്ള ഏരിയയും കണ്ടുപിടിക്കാം. ഹാഫ് ഇൻറ്റു ഈ ത്രികോണം ഉണ്ടോ OBA, ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 8 + x ആണ്. ഹൈറ്റ് എന്ത് തന്നെയാണ്, 4 തന്നെയാണ്. ഈ 4നെ ഇവിടെ കട്ട് ചെയ്യാം, 2 എന്ന് കിട്ടും. then 2 × 8 16 + 2x, 16 + 2x ആയി. അടുത്ത് OCA, ഇവിടെ അതേപോലെ തന്നെ ബേസ് വരുന്നത് 6 + x ആണ്, ഹൈറ്റ് വരുന്നത് 4 ആണ് അല്ലെ. ഒന്ന് ഫുള്ള് മായിച്ചിട്ട് പറയാൻ മതി. ബേസ് വരുന്നത് 6 + x ആണ്, ഹൈറ്റ് വരുന്നത് അതാണ്, ഇത് റേഡിയസ് ആണ്, അത് 4. അപ്പൊ ഇവിടെയും 4 കട്ടാവും, 2 എന്ന് വരും. 6 × 2 12, 2 × x 2x. ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഒക്കെ നമ്മളുടെ ഫസ്റ്റത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, 672x + 48x² is equal to 28 ആ 3 ഏരിയകൾ കൂട്ടാണല്ലോ, 28 + 16 + 2x + 12 + 2x. അത് കൂട്ടി, അഥവാ
28ഉം 16ഉം 12ഉം 8ഉം 2ഉം 10 10ഉം 6ഉം 16ക്ക് 6 വരും ഇഷ്ടം 1 2 1 3 4 5 56 പ്ലസ് 2x പ്ലസ് 2x 4x. ഓക്കെ, സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്, രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാം. അപ്പോ ഇവിടുത്തെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ റൂട്ട് പോകും, സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോകും. ഇവിടെ 56 പ്ലസ് 4x ഹോൾ സ്ക്വയർ വരും. പിന്നെ a പ്ലസ് ബി ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്യണം. എന്താ a പ്ലസ് ബി ഹോൾ സ്ക്വയർ? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. ഓക്കെ, അപ്പൊ a സ്ക്വയർ എന്ന് പറയുമ്പോൾ 56ന്റെ സ്ക്വയർ, 56ന്റെ സ്ക്വയർ. പിന്നെ 2ab എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 56 ഇൻറ്റു 4, 56 ഇൻറ്റു 2 ആദ്യം ചെയ്യണം. ഓക്കെ, 1 6 6 6 12 2 ഇഷ്ടം 1 10 2 5 10 1 11. പിന്നെ അതിനെ 4 കൊണ്ട് ഗുണിക്കണം. 1 4 4 24 8 1 4 4 1 4 4 കണ്ടോ 448. പിന്നെ ഒരു x, പിന്നെ 16x ന്റെ സ്ക്വയർ അഥവാ 4x ന്റെ സ്ക്വയർ ആണ് 16x സ്ക്വയർ ആയത്. ബി സ്ക്വയർ ആണല്ലോ, ബി എന്ന് പറയുന്നത് 4x ആണ്. അപ്പൊ 4ന്റെ സ്ക്വയർ 16, x ന്റെ സ്ക്വയർ x സ്ക്വയർ. ഇനി 56ന്റെ സ്ക്വയർ എന്നാൽ 56 ഇൻറ്റു 56 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3136 കിട്ടും. ചെയ്യാൻ അറിയാലോ, അഥവാ 56 ഇൻറ്റു 56 ചെയ്യാം. 6 6 36ക്ക് 6 ശിഷ്ടം 3 വരും. 5 6 5 30 3 33. വീണ്ടും 5 6 30ക്ക് 0 ഇഷ്ടം 3. 5 25 3 28 6 3 8 2 10 1 11 2 1 3 1 ഉണ്ടോ 3116. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് വിശ്വാസം. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊന്ന് അറേഞ്ച് ചെയ്യാം. ഇവിടെ ഉള്ള 3156 36 വെച്ചിട്ട് ബാക്കിയുള്ളതിനെ അപ്പുറത്ത് കൊടുന്നു. പ്ലസ് 448x അപ്പുറം വരുമ്പോൾ മൈനസ് 448x ആയി. പ്ലസ് 16x സ്ക്വയർ അപ്പുറം വന്നപ്പോൾ മൈനസ് 16x സ്ക്വയർ ആയി. ഓക്കെ, ഇനി 48 16 പോയി, 48x സ്ക്വയർ 16x പോയി. 8 6 പോയാൽ 2 4 1 പോയാൽ 3 32x സ്ക്വയർ. ഇനി 672x 448 പോയി, 672 448x മൈനസ് ആയി. 12 8 പോയാൽ 4, 6 4 പോയാൽ 2, 6 4 പോയാൽ 2 224x. ഈ അടുത്തത് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3136 ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പൊ അത് മൈനസ് ആയി. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ചെറുതാക്കി കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ചെറുതാക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഫസ്റ്റ് ഇതിനെ 32 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇറ്റ്സ് ബെറ്റർ. ഓക്കെ, 32 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് 32 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 224നെ 32 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 22 വരില്ല, 224 തന്നെ നോക്കണം. 2നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 4 അവസാനിക്കുന്നത്? 2നെ 2 ഗുണിക്കുമ്പോഴാണ് അവസാനിക്കുന്നത്. പിന്നെയോ, പിന്നെ 3 2 6 4 8 7 14, 7 വരുമ്പോഴും 14 വരുന്നുണ്ട് അല്ലെ. അപ്പൊ 32നെ ഞാൻ 7 കൊണ്ടൊന്ന് ഹരിക്കണം, ഗുണിക്കണം കേട്ടോ. 2 14ക്ക് 4 ഇഷ്ടം 1, 3 7 21 1 22 കണ്ടോ. അപ്പൊ 7 വരും, 224. അപ്പൊ 7 ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി 3136 ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ 10 വന്നു കഴിഞ്ഞാൽ 320 വേണം, അതിനുള്ളതില്ല. അപ്പൊ 9 എടുത്ത് നോക്കാം. ഓക്കെ, 9 9 വരുമ്പോൾ 18 8 ഇഷ്ടം 1, 3 9 27 3 27 1 28 288 വരും. 9 32 288 വരും. മൈനസ് ചെയ്യാം. 3 8 കുറക്കുക, 3 8 പോകില്ല. അപ്പൊ 13 8 പോയാൽ 5 കിട്ടും. ഇവിടെ 0 ഇപ്പുറത്ത് വന്ന് വരുമ്പോൾ 10 8 പോയാൽ 2 അല്ലെ. 8 2 13 13 8 10 11 2 നോക്കെ. ഇനി 6 ഇറക്കിയത് 256 എത്ര ഉണ്ട്? 2നെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോൾ 6 കിട്ടുക? 3 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 6 കിട്ടുക. 2 × 3 ആണ് 6. അപ്പൊ നമുക്ക് ഇതിനൊന്ന് 3 ആയിട്ട് ചെയ്ത് നോക്കാം. 1 3 3 23 6, 3 9 96 ആയിട്ടുള്ളൂ. വേറെ 8 8 ചെയ്യുമ്പോഴും നമുക്ക് 6 കിട്ടും അല്ലെ. 2 × 8 16 ആണ്. അപ്പൊ 8 8 ഒന്ന് ചെയ്ത് നോക്കാം. 2 8 16ക്ക് 6 ശിഷ്ടം 1, 3 24 1 25 ഉണ്ടോ. അപ്പൊ 98 എന്ന് ആൻസർ കിട്ടും. അപ്പൊ 32 ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ 32 പോകും. 224 32 ചെയ്താൽ 7 കിട്ടും.
3136 ചെയ്താൽ 98 കിട്ടും. ഇപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയില്ലേ. ഇനി നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2a എന്നുള്ള ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിലോ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ഒക്കെ ചെയ്യട്ടോ. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം കഴിയുമ്പോൾ പ്രൊഡക്റ്റ് 98 വരുന്ന നമ്പർ അത് ആലോചിച്ചിരിക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് ഞാൻ ഈ ഇക്വേഷനിലോട്ട് പോയത്. ഓക്കെ, അപ്പോ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് കൊടുത്തു. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ കൂടെ ഉള്ളത് അത് 7 ആണ്. ഓക്കെ, അപ്പൊ -7 പ്ലസ് ഓർ മൈനസ് 7 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞ എക്സ് സ്ക്വയറിന്റെ കൂടെ ഉള്ളത് അത് 1, സി എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് -98 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. ഇനി ചെയ്യുക 7ന്റെ സ്ക്വയർ 49. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പൊ പ്ലസ് ആവും. 98 ഇൻറ്റു 4 392 കിട്ടും. ഇനി 392ക്ക് 49 കൂട്ടിയാലോ 441. 441ന്റെ റൂട്ട് എത്രയാണെന്ന് അറിയോ? എത്രയാ? 21 ആണ്. 21 ഇൻറ്റു 21 ആണ് 441. 20ന്റെ 400 ആണെന്ന് അറിയാലോ. അപ്പൊ 21ന്റെ ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. -a പ്ലസ് 21 -a മൈനസ് 21. 21 7 പോയാൽ 14 കിട്ടും. -aയും പ്ലസ് ആണല്ലോ, അപ്പൊ മൈനസും പ്ലസ് ആണല്ലോ, വലുതെന്ന് ചെറുത് കുറക്കണം. അപ്പൊ 21 7 പോയാൽ 14 കിട്ടും. ഇവിടെ രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് ആഡ് ചെയ്തിട്ട് മൈനസ് ഇടണം. ദെൻ 14/2 7 കിട്ടും, -14 കിട്ടും. ഇവിടെ നമ്മൾ എക്സിനെ പോസിറ്റീവ് എടുക്കുള്ളൂ, സൈഡ് അല്ലേ, സൈഡിന്റെ ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആയിട്ടല്ല നമ്മൾ പറയാം. അപ്പൊ എക്സിനെ നമ്മൾ a എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എ ബി കാണണം. 8 പ്ലസ് എക്സ് ആണ്, അപ്പൊ 8 പ്ലസ് 7 15 വരും. അടുത്തത് എ സി കാണണം. 6 പ്ലസ് എക്സ് ആണ്, അപ്പൊ 6 പ്ലസ് 7 13 വരും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ക്ലിയർ? ഇനി 13ാമത്തെ ഒരു ചോദ്യം കൂടി നമുക്ക് ഇതിൽ ചെയ്യാം. പ്രൂവ് ദാറ്റ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ സർക്കംസ്ക്രൈബിംഗ് എ സർക്കിൾ സബ്സ്റ്റൻസ് സപ്ലിമെന്ററി ആംഗിൾ അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഒരു ക്വാഡ്രിലാറ്ററലിന് ഒരു സർക്കിളിനെ സർക്കംസ്ക്രൈബ് ചെയ്ത ഇവിടെ ഇങ്ങനെ ചിത്രം വരച്ച് കാണിച്ചു കേട്ടോ. ഇങ്ങനെ ഒരു സർക്കിളിനെ സർക്കംസ്ക്രൈബ് ചെയ്താണ്ട് ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് അഥവാ എ ഡി എന്ന് പറയുന്ന സൈഡ് ഈ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളും ബി സി എന്ന് പറയുന്ന സൈഡ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും കൂടി സപ്ലിമെന്ററി ആണ്. അതേപോലെ തന്നെ എ ബി എന്ന് പറയുന്ന സൈഡ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ, ഡി സി എന്ന് പറയുന്ന സൈഡ് ഇവിടെ ഉണ്ടാക്കുന്നത്, ഇത് രണ്ടും സപ്ലിമെന്ററി ആണ്. അഥവാ 1 2 ചേരുന്ന ആംഗിളും R5 ചേരുന്ന ആംഗിളും കൂടി 6 ഉം 5 ചേരുന്ന ആംഗിളും സപ്ലിമെന്ററി ആണ്. അതേപോലെ തന്നെ 3 4 എന്ന് പറയുന്ന ആംഗിളും 8 7 പറയുന്ന രണ്ട് ആംഗിളുകളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതും സപ്ലിമെന്ററി ആണ് എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഒരു തലക്കെന്ന് തുടങ്ങാം. എ ബി സി ഡി ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്, അതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്. We need to prove that എന്താ നമുക്ക് ഇവിടെ തെളിയിക്കേണ്ടത്? ആംഗിൾ AOD പ്ലസ് ആംഗിൾ BOC ഈക്വൽ ടു 180. AODയും ഇവിടെ സെന്ററിൽ O എന്ന് എടുക്കട്ടോ, ഞാൻ സെന്ററിൽ O എന്ന് ഇട്ടിട്ടില്ല, ഇവിടെ നിങ്ങൾ O എന്ന് എടുക്കുക സെന്ററിന്. AOD ഇതാ ഈ ആംഗിൾ, അതേപോലെ തന്നെ BOC ഇതാ ഈ ആംഗിൾ, ഇത് രണ്ടും സപ്ലിമെന്ററി ആണ് തെളിയിക്കണം. അല്ലെങ്കിലോ AOB എന്ന് പറയുന്ന ഈ ആംഗിളും COD അല്ലെങ്കിൽ DOC എന്ന് പറയുന്ന ഈ ആംഗിളും കൂടി കൂട്ടിയാൽ അത് സപ്ലിമെന്ററി ആണ് തെളിയിക്കണം. ഇതാണ് നമ്മുടെ ചോദ്യം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1 2 3 കൊടുത്ത് രണ്ട് ട്രയാംഗിൾ എടുക്കണം കേട്ടോ. ഈ യെല്ലോയും ഗ്രീനും കളർ കൊടുത്ത് രണ്ട് ട്രയാംഗിൾ ഞാൻ എടുത്തു. ഇനി ആ രണ്ട് ട്രയാംഗിൾ കോൺഗ്രന്റ് ആണ് തെളിയിക്കാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോനെ, OS ഈക്വൽ ടു, ഇവിടെ O ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു സെന്ററിൽ കേട്ടോ, OS ഈക്വൽ ടു OP ആണ്, കാരണം എന്താ? റേഡിയസ് ആണ്. AS ഈക്വൽ ടു AP ആണ്, കാരണം എന്താ? ടാൻജന്റ് ഫ്രം ഔട്ട് സൈഡ്. ഓക്കെ, ടാൻജന്റ് ഫ്രം എ പോയിന്റ് ഔട്ട് സൈഡ്. ഇനി OA എന്ന് പറയുന്നത് രണ്ടിനും കോമൺ ആണ്. ഓക്കെ, അപ്പൊ 3 സൈഡ് ഈക്വൽ ആയല്ലോ. അപ്പൊ ഈ ട്രയാംഗിൾ എന്തായി? SSS ക്രൈറ്റീരിയ പ്രകാരം കോൺഗ്രന്റ് ആയി. എന്തായി? കോൺഗ്രന്റ് ആയി SSS ക്രൈറ്റീരിയ പ്രകാരം. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CPCT പ്രകാരം ആംഗിൾ AOS എന്ന് പറയുന്ന ഈ ആംഗിളും ആംഗിൾ AOP എന്ന് പറയുന്ന ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അഥവാ 5 എന്ന് പറയുന്ന ആംഗിളും 4 എന്ന് പറയുന്ന ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും തെളിയിച്ചൂടെ? ആംഗിൾ എന്താ? ഇതാ ഇവിടെ എടുക്കുമ്പോൾ ആരൊക്കെ ആംഗിൾ ആവാം? ആംഗിൾ 2ഉം ആംഗിൾ 3ഉം ഈക്വൽ ആകും. ആംഗിൾ 1ഉം ആംഗിൾ 8ഉം ഈക്വൽ ആകും. ആംഗിൾ 7ഉം ആംഗിൾ 6ഉം ഈക്വൽ ആകും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആംഗിളുകളൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, ആംഗിൾ 1 2 3 4 5 6 7 8 ഇതാ ഇവിടുന്ന് തുടങ്ങി ഞാൻ. ആംഗിൾ 1 2 3 4 5 6 7 8 ഈ എല്ലാ ആംഗിളും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുക? 360 ആണ് കിട്ടുക. അതൊരു സർക്കിൾ ഫോം ചെയ്തല്ലോ, അപ്പൊ നമുക്ക് 360 ആണ് കിട്ടുക. ഓക്കെ, ഈ ആംഗിളുകൾ ഈക്വൽ എന്ന് എഴുതിയാൽ മനസ്സിലായല്ലോ. 5ഉം 4 ഈക്വൽ ആണ്, 3ഉം 2ഉം ഈക്വൽ ആണ്, 1ഉം 8ഉം ഈക്വൽ ആണ്, 7ഉം 6ഉം ഈക്വൽ ആണ്. ഈ ആംഗിളുകളൊക്കെ കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക? 360 ആണ് കിട്ടുക.
ഇനി ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഈ 1 2 3 എന്ന് പറയുന്ന ആംഗിൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഒരു അറേഞ്ച്മെന്റ് നടത്താൻ പോവാണ് കേട്ടോ. ഓക്കെ, ആദ്യം ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആംഗിളുകളൊക്കെ എഴുതി. 5 ഏതൊക്കെയാ? 5 എഴുതി, 3 1 7. ഓക്കെ, ഇനി എന്താ ചെയ്തതെന്നറിയോ? ഇവിടെ ഒരു 4 ഉണ്ടല്ലോ, ആ 4ന് പകരം 5 എഴുതി. ഓക്കെ, ഇനി അടുത്ത ആരാ? 2. ഇവിടെ ഒരു ആംഗിൾ 2 ഉണ്ടല്ലോ വെട്ട് ചെയ്യാത്ത, ഈ ആംഗിൾ 2ന് പകരം ആംഗിൾ 3 എഴുതി. ഇനി ആംഗിൾ 8, ഇവിടെ ഒരു ആംഗിൾ 8 ഇല്ലേ, ആംഗിൾ 8ന് പകരം ആംഗിൾ 1 എഴുതി. ഇനി ഇവിടെ ഒരു ആംഗിൾ 6, ആംഗിൾ 6ന് പകരം ആംഗിൾ 7 എഴുതി. ഇനി ആരെങ്കിലും ഇവിടെ വെട്ടാണ്ടോ ബാക്കി നോക്കിയാ? ഇപ്പൊ എല്ലാവരും അറേഞ്ച് ചെയ്തില്ലേ? നോക്കിയാ, ഇപ്പൊ ഇവിടെ 5 രണ്ടെണ്ണായി, 3 രണ്ടെണ്ണായി, 1 രണ്ടെണ്ണായി, 7 രണ്ടെണ്ണായി. ഓക്കെ, ഇത് എല്ലാത്തിനും ഒരു 2നെ ഞാൻ പുറത്തെടുത്തു. അപ്പൊ ആംഗിൾ 5 പ്ലസ് ആംഗിൾ 3 പ്ലസ് 1 പ്ലസ് 7 ഈക്വൽ ടു 360. ആദ്യം നമുക്ക് ആംഗിൾ 5 പ്ലസ് 3 പ്ലസ് 1 പ്ലസ് 7 ഈക്വൽ ടു 180 കിട്ടും. ഓക്കെ, ഇനി മക്കളൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ അറേഞ്ച്മെന്റ് ഒന്നും ചിലപ്പോൾ നിങ്ങൾ ഗൂഗിൾ ഇതൊന്നും നോക്കുമ്പോൾ കണ്ടെന്ന് വരില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ആംഗിളുകൾ എടുക്കാം. ഇപ്പൊ ഇവിടെ നിങ്ങൾ ഇവിടെ ഈ 5 എടുത്തോടത്ത് 1 ആണെന്നുണ്ടെങ്കിൽ 1 ഈക്വൽ ടു 2 ആ രീതിയിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം. അതിനനുസരിച്ച് ഞാനിപ്പോൾ അറേഞ്ച് ചെയ്യുന്ന പോലെ അറേഞ്ച് ചെയ്താൽ മതി. എങ്ങനെയായാലും നമുക്ക് ഇത് ആംഗിൾ 5 പ്ലസ് 3 പ്ലസ് 1 പ്ലസ് 7 ഈക്വൽ ടു ഏതെങ്കിലും രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ആംഗിൾ 5 എവിടെ, ആംഗിൾ 3 എവിടെ നോക്കുക. ആംഗിൾ 5ഉം ആംഗിൾ 3യും കൂടി കൂട്ടാനാണ് പറഞ്ഞിട്ടുള്ളത്. ആംഗിൾ 1ഉം ആംഗിൾ 7ഉം കൂടി കൂട്ടാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പക്ഷെ നമുക്ക് വേണ്ടത് 7ഉം 8ഉം ആണ്. നമുക്ക് വേണ്ടത് 4ഉം 5ഉം ആണ്. അപ്പൊ ഞാനിവിടെ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് അറിയോ? ഈ 3 എന്ന് പറയുന്ന ആംഗിൾ ആർക്ക് ഈക്വൽ ആണ്? ഇതാ 5ഉം 3യും. 3 എന്ന് പറയുന്ന ആംഗിൾ ആർക്ക് ഈക്വൽ ആണ്? 2ന് ഈക്വൽ ആണ്. അപ്പൊ നമുക്കൊന്ന് മാറ്റട്ടോ, ഇല്ലെങ്കിൽ ഇങ്ങനെയും കിട്ടാന്ന് നമുക്ക് പറഞ്ഞല്ലോ, ഇങ്ങനെയും കിട്ടിക്കൂടെ നമുക്ക്? രണ്ടും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അവിടെ രണ്ടും ഉണ്ട് കേട്ടോ. അപ്പൊ ഈ 3 എന്ന് പറയുന്ന ആംഗിൾ 2ന് ഈക്വൽ ആണ്, അല്ലെങ്കിൽ 5 എന്ന് പറയുന്ന ആംഗിൾ 4ന് ഈക്വൽ ആണ്. ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് നമ്മൾ മാറ്റാം. ഓക്കെ, അപ്പൊ ഈ 5 എന്ന് പറയുന്ന ആംഗിൾ 4ന് ഈക്വൽ ആണ്. അതേപോലെ തന്നെ എന്താ ഇവിടെ എങ്ങനെ ഞാൻ മാറ്റിയിട്ടുള്ളത്? 5 എന്ന് പറയുന്ന ആംഗിൾ 4ന് ഈക്വൽ ആണ്. അപ്പൊ ഈ 5ന് പകരം ഞാൻ 4 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ ആംഗിൾ 4 പ്ലസ് ആംഗിൾ 3. ഇനി ഇക്വേഷൻ നമ്പർ 3ൽ എന്താണ്? ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 8 ആണ്. അപ്പൊ ഈ ആംഗിൾ 1ന് പകരം ഞാൻ ആംഗിൾ 8 എന്ന് കൊടുത്തു. ഓക്കെ, ഇപ്പൊ എനിക്ക് എന്ത് കിട്ടിയ നോക്കിയാ, ഞാൻ ഇതൊക്കെ ഒന്ന് വായിക്കട്ടെ. ഇപ്പൊ എനിക്ക് എന്ത് കിട്ടി? 4 പ്ലസ് 3 ഈ ആംഗിൾ അല്ലെ. ഇനി 8 പ്ലസ് 7 ഈ ആംഗിൾ കിട്ടി. ഇപ്പൊ എനിക്ക് കിട്ടിയത് ഈ ആംഗിൾ ആണ്. അതിന് ഞാൻ പേര് കൊടുത്തു AOB പ്ലസ് COD ഈക്വൽ ടു 180. ഇത് 180 ആണെന്നിട്ട് ഓട്ടോമാറ്റിക്കലി അപ്പുറത്തും 180 ആവില്ലേ. ഞാൻ ഈ ഇക്വേഷനെ വേറൊരു അറേഞ്ച്മെന്റ് നടത്താൻ പോകട്ടോ. നോക്കിക്കോട്ടോ, ഇവിടെ നിങ്ങട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാന്നുള്ളത്. എന്താ നോക്കിയാ, നമുക്ക് കിട്ടിയത് 5ഉം 3 ആണ് അല്ലെ. അതേപോലെ തന്നെ പിന്നെ കിട്ടിയത് ഏതാ? 1ഉം 7 ആണ്. ഈ 3 എന്ന് പറയുന്ന ആംഗിൾ ആർക്ക് ഈക്വലാ? 2ന് ഈക്വൽ ആണ്. അപ്പൊ ഈ 3ക്ക് പകരം ഞാൻ എന്ത് ചെയ്തു? 3ക്ക് പകരം നമ്മൾ 2 കൊടുക്കുക. അപ്പൊ എന്താ സംഭവിക്കാം? ആംഗിൾ 2 വരും. ഇനി ഈ 5 എന്ന് പറയുന്നത് 5 അവിടെ നിൽക്കട്ടെ. ഇനി 1 ആർക്ക് ഈക്വലാ? 8ന് ഈക്വൽ ആണ്. 3ക്ക് പകരം 2 കൊടുത്തു. ഇപ്പൊ 1ഉം 2ഉം കിട്ടിയില്ലേ നോക്കിയാ? 1ഉം 2 ആയി. ഇവിടെ അറേഞ്ച്മെന്റ് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യട്ടോ. 1ഉം 2 ഇനി കിട്ടേണ്ട ആരാണ്? 6ഉം 5ഉം ആണ് അല്ലെ. അതിൽ 5 ഇവിടെ ഉണ്ട്. ഇനി ആരെ കിട്ടണം? നമുക്ക് 6 കിട്ടണം. 7 എന്ന് പറയുന്നത് 6ന് ഈക്വൽ അല്ലേ നോക്കിയേ കണ്ടോ. അപ്പൊ ഈ 7 പകരം 6 കൊടുത്താൽ മതി. അപ്പൊ 5ഉം 6ഉം ആയി കണ്ടോ. അപ്പൊ 5ഉം 6ഉം ആയി. അപ്പൊ 1ഉം 2ഉം ഇങ്ങനെയും കിട്ടി, അഥവാ COBയും DOAയും കിട്ടി. നമുക്ക് അറേഞ്ച്മെന്റ് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നടത്താം മക്കളെ കേട്ടോ. നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ ഇതിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെയാണ്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതിയാലേ ശരിയാവുന്നില്ല. അറേഞ്ച്മെന്റ് അത് നമ്മൾ നടത്തുന്നതാണ്. അത് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നടത്താം. ഓക്കെ, ഇപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ ഇവിടെ ചെയ്ത 2 അറേഞ്ച്മെന്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇവിടെ ആദ്യം ഞാൻ ചെയ്ത അറേഞ്ച്മെന്റ് ഇങ്ങനെയാണ്. 5ഉം 4ഉം ഈക്വൽ ആണ്. ഇവിടെ നമ്മളുടെ കയ്യിലുള്ളത് 3 ഉണ്ട്. ഇനി 4 കിട്ടിയാൽ മതി. 5ഉം 3 ഈക്വൽ ആണെന്ന് പറഞ്ഞു. 5 ആർക്ക് ഈക്വൽ ആണ്? 4ന് ഈക്വൽ ആണ്. അപ്പൊ 5ന് പകരം 4 കൊടുത്തു.
ഇനി 1ഉം 7 ആണ് നമ്മുടെ കയ്യിലുള്ളത്. 1 ആർക്ക് ഈക്വൽ ആണ്? 8ന് ഈക്വൽ ആണ്. 1 ആർക്ക് ഈക്വൽ ആണ്? 8ന് ഈക്വൽ ആണ്. അപ്പൊ 1ന്റെ സ്ഥാനത്ത് 8 കൊടുത്തു. അപ്പൊ ഈ ഓപ്പോസിറ്റ് ആംഗിൾ കിട്ടി. ഓക്കെ, അപ്പൊ AOB പ്ലസ് COD ഈക്വൽ ടു 180 കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റത് എന്തായിരിക്കും? അതേപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, എല്ലാ ആംഗിളും കൂടി കൂട്ടിയാൽ 360 ആണ്. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 7 പ്ലസ് 8 എന്ന് പറയുന്നത് 360 ആണ്. അതിൽ 4ഉം 3ഉം 8ഉം 7ഉം കൂട്ടിയാൽ 4ഉം 3ഉം 8ഉം 7ഉം കൂട്ടിയാൽ 180 ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ സ്ഥാനത്ത് 180 കൊടുത്തു. ഇനി ബാക്കി ആരാള്? 1 2 5 6 ആണ്. 1 2 5 6 ആഡ് ചെയ്താലും 1 2 5 6 ഈ 180 അപ്പുറം കൊണ്ടുവരുമ്പോൾ 360 മൈനസ് 180 ആവും. അപ്പോ 1ഉം 2ഉം BOC, 5ഉം 6ഉം DOA അല്ലെങ്കിൽ AOD. അപ്പൊ അത് ഈക്വൽ ടു 180 കിട്ടും. ഓരോ ഓപ്പോസിറ്റ് ആംഗിൾ 180 കിട്ടിയാൽ മറ്റതും 180 എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ജസ്റ്റ് ഇവിടെ ഇക്വേഷനിൽ ഒന്ന് ഇട്ട് കൊടുത്തുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് AOD പ്ലസ് BOC ഈക്വൽ ടു 180 എന്നും കിട്ടി. അതേപോലെ തന്നെ AOB പ്ലസ് COD ഈക്വൽ ടു 180 കിട്ടി. ഇതൊന്നും കൂടി ഒന്ന് ഇരുത്തി മനസ്സിലാക്കിയിട്ട് എങ്ങനെയൊക്കെ അറേഞ്ച്മെന്റുകൾ ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആംഗിൾ അതിന് തന്നെ 1 എടുക്കണം എന്നില്ല. എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 എടുക്കാം. അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രം മതി. ഓക്കെ, അറേഞ്ച്മെന്റ് നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ 1ഉം 2ഉം 3ഉം ഒക്കെ അതേപോലെ ഇത് എന്നിട്ട് അതിനനുസരിച്ച് കമ്പയർ ചെയ്യുക, അറേഞ്ച് ചെയ്യുക. ക്ലിയർ?